അസ്സലാമു അലൈക്കും. ജന്മദിനം ആഘോഷിക്കാൻ പറ്റുമോ എന്നതിന് ഖുർആൻ തെളിവുണ്ടോ എന്നാണ് ചോദ്യം. നബിദിനാഘോഷം ഖുർആനിൽ തെളിവുണ്ടോ എന്നാണ് ചോദ്യം. ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത്, 11ാമത്തെ തെളിവ് പറയാൻ പോവാണ്. നബിദിനം ആഘോഷിക്കാമെന്നതിന് ഒന്നാമത്തെ തെളിവ് ഖുർആനിലെ ആയത്താകുന്നു. ഖുർആനിൽ സൂറത്ത് യൂനുസിൽ ഒരായത്തുണ്ട്. ആ ആയത്താണ് നബിദിനം ആഘോഷിക്കാമെന്നതിന് ഒന്നാമത്തെ തെളിവ്. ഏതാണ് ആയത്ത്? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം, ഖുൽ നബിയെ പറയുക, ബിഫദ്ലില്ലാഹി അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും വബിറഹ്മതിഹി അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടും അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും ഫല്യഫ്റഹു അവർ സന്തോഷിച്ചു കൊള്ളട്ടെ, ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ അവർ ഒരുമിച്ച് കൂട്ടുന്ന സദസ്സുകളിൽ വെച്ച്, ഒരുമിച്ച് കൂട്ടുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായതാകുന്നു അത് ഇന്ന് ഖുർആനിൽ ആയത്താകുന്നു. ആ ആയത്ത് നബിദിനം ആഘോഷിക്കാമെന്നതിന്, നബി ജനിച്ച ദിവസത്തിൽ ആഘോഷിക്കാമെന്നതിന്, സന്തോഷിക്കാമെന്നതിന്, റാലി നടത്താമെന്നതിന്, ഘോഷയാത്ര നടത്താമെന്നതിന് തെളിവാകുന്നു. ഓക്കെ. ഖുൽ ബിഫദ്ലില്ലാഹി അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും വബിറഹ്മതി അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടും അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? റഹ്മത്ത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് മറ്റൊരായത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഏതാണ് ആയത്ത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന ആയത്തിൽ വിശദീകരിക്കുന്നത് നബിയാണ് ഉദ്ദേശം. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ സൂറത്തുൽ അൻബിയായിലെ ആയത്താണ്. സൂറത്തുൽ അൻബിയ സൂറത്തിലെ ആയത്താണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന ആയത്ത്. എന്താ അതിൻ്റെ അർത്ഥം? മാ അർസൽനാക, ഓ നബിയെ, നാം നിങ്ങളെ അയച്ചിട്ടില്ല, ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകാനുഗ്രഹിയായിട്ടാണ് ഓ നബിയെ നിങ്ങളെ നാം അയച്ചത് എന്ന് അള്ളാഹു ശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കുകയാണ് സൂറത്തുൽ അൻബിയയിൽ. അപ്പോൾ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാണ്? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പം മുത്ത് മുഹമ്മദ് മുസ്തഫ, റഹ്മത്തായ ലോകാനുഗ്രഹിയായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ ആഘോഷിക്കണമെന്നാണ് വ്യക്തമായി വിശുദ്ധ ഖുർആനിൽ പറയുന്നത്.